ഹായ് കൂട്ടുകാരെ, ഷാൻഡീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈസ്റ്ററാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് ഞാൻ ചെയ്യുന്നത് വീഡിയോസ് വലിയ ഇതൊന്നുമല്ല. നമ്മളിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മൾ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുവാണേ. ഞാൻ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഈസ്റ്റർ ഒഴുക്കിയേക്കണം, എങ്കിലും നമുക്ക് കാണാം. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഓരോന്നായിട്ട് ഞാൻ എടുക്കുവാണേ. അതെ, ഇത് കരിമീൻ ഫിഷ് മോളിയാണെന്ന് പറയാൻ പറ്റില്ല, പാല് കറി വെച്ചതാണ് കേട്ടോ. ഇതെൻ്റെ എറണാകുളം സ്റ്റൈല് കറികളാണേ. ആ കറികൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാനാ. ഇതുണ്ടല്ല, കരിമീൻ ചുമ്മ പച്ചമുളകും ഇച്ചിരി മിന്നാഗിരിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് കറി വെച്ചതാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. ഞങ്ങൾ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ വയ്ക്കുന്ന ഒരു ഡിഷാണ്. അപ്പം അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യലേ. അപ്പം ഇതാണ് അടുത്ത വിഭവം കേട്ടോ. നമ്മുടെ ഇത് വിന്താലി എന്ന് പറയുവേ, എരിവിറച്ചി വിന്താലി. ആഴ്ചകളോളം നമുക്ക് അച്ചാർ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ്. കടുക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എരിവിറച്ചിയാണ് കേട്ടോ ഇത്. കിച്ചണിൽ നിന്ന് നമ്മളിത് എടുക്കുന്നതാണ്, നിങ്ങളെയും കൂടി കാണിക്കുന്നത്. അപ്പം ഇത് ബീഫാണ്. പക്ഷേ ഇതിൽ ചേർക്കുന്നത് മുരിങ്ങയുടെ തൊലി, പിന്നെ കടുക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ മിന്നാഗിരിയും കൂടി ഒഴിക്കണം. അങ്ങനെ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പം അടുത്തത് എടുക്കാൻ പോവാം. അപ്പം നമ്മളുടെ ഈസ്റ്റർ വിഭവങ്ങളൊന്ന് കാണണ്ടേ. ഈസ്റ്ററും ക്രിസ്മസിനും ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഞണ്ട് റോസ്റ്റാണ്. നാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല സൂപ്പർ. നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഞണ്ടില്ലേ, അതാണ് നമ്മൾ കൊണ്ടുവന്നത്. അതാണ് റോസ്റ്റ്. ഇതാണ് കരിമീൻ പപ്പാസ് പാല് കറി വെച്ചത്, കാണിച്ചതല്ലേ. ഇത് മാങ്ങാച്ചാറാണ്. ഇത് എരിവിറച്ചി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിന്താലി. നമ്മൾ ഇഞ്ചി, കടുക്, മുരിങ്ങാത്തൊലി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മിന്നാഗിരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ്. താറാവ് കറി. ഇതിനിടയിൽ ഇത് മാമ്പഴ പുളിശ്ശേരിയാണ്. നമ്മൾ ഈ മീൻ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ശകലം ഇതെല്ലാം കൂടി വേണ്ടേ. ഇപ്പം പച്ചക്കറി, പഴുത്ത മാങ്ങ കിട്ടി, നാട്ടുമാങ്ങ, അതിൻ്റെ കറിയാണേ. ഇത് വലിയ നാരഞ്ചമ്മീൻ റോസ്റ്റ് ചെയ്തതാണ്, വറുത്തെടുത്തതാണ്. ഇതെന്താന്നാ, ഇത് എറണാകുളംകാരുടെ ഒരു ഡിഷാണ്. കൊഞ്ചും പിന്നെ പീച്ചിങ്ങയും കൂടി ഒലത്ത്. ഇത് കേബേജ് തോരൻ, പച്ചക്കറിയാണ്. ഇത് നമ്മുടെ പയറ്, അച്ചിങ്ങ മെഴുക്കുവരട്ടി. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ വിഭവങ്ങൾ. ചോറ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. 2-3 ഐറ്റം കൂടി ഉണ്ട്. നമ്മൾ എടുക്കുന്നില്ല. കരളും ചിക്കനും ഒക്കെ വൈകിട്ടത്തേക്ക് വെച്ചേക്കുക. അപ്പം രാവിലെ ഞങ്ങൾ സ്റ്റൂവും അപ്പവുമായിരുന്നു. ഉച്ചക്കത്തെ വിഭവങ്ങളാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. നിങ്ങളും ഇതുപോലെയൊക്കെ ഈസ്റ്റർ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലേതെങ്കിലും ഐറ്റമൊക്കെ നിങ്ങൾ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ചെയ്താൽ മതി. നമ്മളിതിൻ്റെയൊക്കെ ചില സ്പെഷ്യൽ സാധനങ്ങളുടെയൊക്കെ ഇത് വീഡിയോസ് അല്ലെങ്കിൽ പറഞ്ഞു തരാം, എന്നെ വിളിച്ചാലും മതി. അപ്പം ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും.